ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 3 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അളവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെയും പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. മിക്സിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 2 നേന്ത്രപ്പഴം അതുപോലെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ നെയ്യിലൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ അളവ് കൂടുതൽ എടുക്കണമെങ്കിൽ നേന്ത്രപ്പഴത്തിൻ്റെ അളവ് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അവലും കൂടെയാണ് ചേർക്കുന്നത്. ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു മിക്സ് പാനിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കായ്പോളൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് ഒഴിക്കുന്ന സമയത്ത് പാൻ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് തീ നല്ല പോലെ ഒന്ന് കുറച്ച് വെക്കുക. മുട്ടായത് കാരണം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പഴയ എന്തെങ്കിലും ഒരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസോ അല്ലെങ്കിൽ ചെറിയോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്കിത് ഗാർണിഷ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. അതിന് മുകൾ ഭാഗത്ത് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ചൂടാറിയിട്ട് പീസുകളായിട്ട് മുറിച്ചെടുക്കുക. ചായയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. കായ്പോളിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ, തേങ്ങയും അവലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.